സ്ലൊവേനിയൻ ഡെൻമാർക്കും തമ്മിൽ ഇന്നലെ യൂറോയിൽ നടന്ന മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. 16-ാം മിനിറ്റിൽ സ്ലൊവേനിയൻ താരം ബെഞ്ചമിൻ സെസ്കോയുടെ ഒരു എണ്ണം പറഞ്ഞ ഷോട്ട് ഗോളാകാതെ രക്ഷപ്പെട്ടത് ചെറിയ വ്യത്യാസത്തിലാണ്. തൊട്ടടുത്ത മിനിറ്റിൽ സ്ലൊവേനിയൻ പെനാൽറ്റി ബോക്സിൽ അലക്സാണ്ടർ ബായുടെ ഒരു ബ്ലാക്ക് ഫ്ലിപ്പ് നേരെ ചെല്ലുന്നത് ക്രിസ്ത്യൻ എറിക്സണിലേക്കാണ്. അത് അദ്ദേഹം ചെസ്റ്റിലെടുത്ത് ബോൾ നേരെ ഗ്രൗണ്ടിലൊന്ന് ബൗൺസ് ചെയ്തപ്പോൾ തന്നെ കാലുകൊണ്ട് പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് അദ്ദേഹം ഫിനിഷ് ചെയ്തു. 1-0 ഡെൻമാർക്ക് മുന്നിൽ. രണ്ടാമത്തെ പകുതിയിലും നിറഞ്ഞു കളിച്ചത് ഡെൻമാർക്ക് തന്നെയാണ്. പലപ്പോഴും സ്ലൊവേനിയ രക്ഷപ്പെട്ടത് അവരുടെ ഗോൾ കീപ്പറിന്റെ മികവ് കൊണ്ടും അതുപോലെ ഭാഗ്യം കൊണ്ടുമാണ്. എന്നാൽ അവസാന 25 മിനിറ്റിലേക്ക് വന്നപ്പോൾ സ്ലൊവേനിയയുടെ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. 76-ാമത്തെ മിനിറ്റിൽ വീണ്ടും പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്നും ബെഞ്ചമിൻ സെസ്കോയുടെ ഒരു വെടിയുണ്ട. അതിൽ ഡെൻമാർക്ക് ഗോൾ പോസ്റ്റ് വിറച്ചെങ്കിലും ഗോൾ കണ്ടെത്താൻ അവർക്കായില്ല. തൊട്ടടുത്ത മിനിറ്റ് തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ എറിക് ജാൻസയുടെ ഒരു ഇടതുകാല പവർഫുൾ ഷോട്ട് ഡെൻമാർക്ക് ഡിഫൻസിന്റെ ദേഹത്ത് തട്ടി ഗോൾ കീപ്പറിനെ കാഴ്ചക്കാരനാക്കി നേരെ വലയിലേക്ക്. അങ്ങനെ മത്സരം സമനിലയിലേക്ക്. നിറഞ്ഞു കളിച്ചത് ശരിക്കും ഡെൻമാർക്ക് തന്നെയാണ്. പക്ഷേ ലോങ് റേഞ്ചുകളിലൂടെ മത്സരഫലം മാറ്റിയെഴുതാൻ സ്ലൊവേനിയയ്ക്കായി.